ഹലോ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ നമ്മളിന്ന് കാണിക്കാൻ പോകുന്നത് നമ്മുടെ വീട്ടിൽ മഴക്കാലമൊക്കെ ആയിക്കഴിഞ്ഞാൽ ഇതുപോലുള്ള ശല്യങ്ങൾ, ഈച്ച, കൊതുക് പോലുള്ള ശല്യങ്ങളൊക്കെ ഉണ്ടാവാറുണ്ടല്ലോ. അപ്പോൾ ഈച്ചയുടെ ശല്യം വളരെ കൂടുതലായ സമയത്ത് നമുക്ക് ചെയ്യാൻ പറ്റുന്ന, വീട്ടിൽ തന്നെ ചെയ്യാൻ പറ്റുന്ന റെമഡി, ഒരു സൊല്യൂഷനാണ് ഞാൻ പറയാൻ പോണത് കേട്ടോ. അപ്പോൾ ആദ്യം നമുക്ക് നമ്മുടെ ഭക്ഷണങ്ങൾ വെക്കുന്ന സ്ഥലങ്ങളിലും അതുപോലെ തന്നെ നമ്മൾ ഫുഡ് കഴിക്കുന്ന സ്ഥലങ്ങളിലൊക്കെ വന്നിട്ട് ഇതുപോലെ ഈച്ചകളുടെ ശല്യം കൂടുതലായിരിക്കും. അപ്പോൾ നമുക്കങ്ങനെ കെമിക്കൽസ് ഉപയോഗിക്കുന്നതിനേക്കാൾ പകരം നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടാക്കുന്ന നാച്ചുറൽ ആയിട്ടുള്ളൊരു സൊല്യൂഷൻ ഉണ്ടാക്കാം കേട്ടോ. അപ്പോൾ ഇതുപോലത്തെ ശല്യങ്ങൾ ഒഴിവാക്കാനായിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന രീതി വളരെ സിമ്പിളാണ്. ഞാൻ കാണിച്ചു തരാം. അതിന് മുമ്പ് നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. 90% സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണ്. അപ്പോൾ അതുകൊണ്ടൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. അപ്പോൾ അതിനായിട്ട് ഞാൻ കാണിക്കാൻ പോകുന്നത്, നമ്മുടെ ഇപ്പോൾ ഇത് കണ്ടില്ലേ, പാത്രത്തിൻ്റെ മുകളിൽ നമ്മൾ ഭക്ഷണം അടച്ച് വെച്ച പാത്രത്തിൻ്റെ മുകളിലൊക്കെ ഈച്ച വന്നിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇങ്ങനെ പകുതി ഫുള്ളായിട്ട് അടയ്ക്കാൻ പറ്റാതിരിക്കുന്ന ഈ പാത്രത്തിൻ്റെ ഇടയിൽ കൂടെയൊക്കെ ഈച്ച വീഴാനുള്ള സാധ്യതകളൊക്കെ ഉണ്ട്. അപ്പോൾ അതിനായിട്ട് നമ്മൾ ചെയ്യാൻ പോകുന്നത്, നമ്മുടെ വീട്ടിൽ ഉപയോഗിക്കുന്ന ടൂത്ത് പേസ്റ്റ് ഉണ്ടല്ലോ, പേസ്റ്റ് എടുക്കുക. ഒരു പാത്രത്തിൽ ഞാൻ കുറച്ച് ടൂത്ത് പേസ്റ്റ് എടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഏത് പേസ്റ്റ് ആയാലും കുഴപ്പമില്ല. ഞാൻ സെൻസോഡൈനാണ് എടുത്തിരിക്കുന്നത്. അതിൻ്റെ ഒപ്പം തന്നെ ആവശ്യത്തിന് ഒരു ഷാമ്പു, ഞാൻ ക്ലിനിക് പ്ലസ് ആണ് എടുത്തിരിക്കുന്നത്. നമ്മുടെ വീട്ടിൽ ഏതാണ് ഉപയോഗിക്കുന്നത് ആ ഷാമ്പു എടുത്താലും മതി. രണ്ടും ഒരേ അളവിലേക്ക് എടുക്കുക കേട്ടോ. അപ്പോൾ ഒരു പാത്രത്തിൽ ഷാമ്പു എടുത്തിട്ടുണ്ട്, ടൂത്ത് പേസ്റ്റും എടുത്തിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് ഒരു പച്ച കർപ്പൂരം, ഒരു സാധാരണ നമ്മുടെ വീട്ടിൽ ഉപയോഗിക്കുന്ന കർപ്പൂരം നമ്മൾ പൊടിച്ചിടാണ്. ഞാൻ ഒരെണ്ണ എടുത്തിട്ടുള്ളൂ. ഞാൻ വളരെ കുറച്ച് മാത്രമേ ചെയ്യുന്നുള്ളൂ കേട്ടോ. അപ്പോൾ അതിനായിട്ട് ഞാൻ ഒരു കർപ്പൂരം പൊടിച്ച് കൈകൊണ്ട് പൊടിച്ച് ഇങ്ങനെ ഇട്ടിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് സൊല്യൂഷൻ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നല്ല പതയൊക്കെ ഉണ്ടാവും കേട്ടോ, നല്ല സ്മെല്ലും ഉണ്ടാവും. കർപ്പൂരത്തിൻ്റെ സ്മെല്ലും അതുപോലെ തന്നെ പേസ്റ്റിൻ്റെ മണമൊക്കെ നമുക്ക് ഉണ്ടാവും. അപ്പോൾ നന്നായിട്ടൊന്ന് സൊല്യൂഷൻ എല്ലാം ഒന്ന് ഇളകുന്ന പോലെ ഒന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ. ഇതിലേക്ക് നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ആഡ് ചെയ്യാം. നമ്മുടെ വീട്ടിൽ ഉപയോഗിക്കുന്ന, ഭക്ഷണത്തിനൊക്കെ ഉപയോഗിക്കുന്ന മഞ്ഞൾപ്പൊടി കുറച്ച് ഞാനൊരു നുള്ളിൽ ആഡ് ചെയ്തിട്ടുണ്ട്. അതും കൂടെ ആഡ് ചെയ്യുക. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം കേട്ടോ. ഈ പേസ്റ്റ്, ഷാമ്പു, പച്ചക്കർപ്പൂരം നന്നായി മിക്സ് ചെയ്ത ശേഷം നമ്മൾ കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് സൊല്യൂഷൻ ആക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊരു ബോട്ടിലേക്കോ സ്പ്രേ ബോട്ടിലോ അല്ലെങ്കിൽ തുണി വെച്ച് തന്നെ തുടച്ചെടുത്താലും കുഴപ്പമില്ല. ഞാൻ തുണി വെച്ചിട്ടാണ് കേട്ടോ അതൊക്കെ തുടച്ചെടുത്തത്. ഈ ഈച്ച വരുന്ന ഭാഗത്തൊക്കെ നമുക്ക് ധൈര്യമായിട്ട് എവിടെയൊക്കെയാണോ ഈച്ചകൾ വരുന്നത് അവിടെയൊക്കെ നമുക്ക് തുടയ്ക്കാം. ഒരു ഡൈനിങ് ടേബിളിൽ, ഗ്യാസ് സ്റ്റോപ്പിൻ്റെ മുകളിൽ, അതുപോലെ തന്നെ ഫ്ലോറുകളിൽ, ഭക്ഷണം വെക്കുന്ന കോർണറുകളൊക്കെ ഞാൻ തുടച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ തുടച്ചെടുത്തതിന് ശേഷം ആ ഈച്ച ഉള്ള സ്ഥലത്ത് നിന്നും ഒരുപാട് മാറ്റം എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ തേക്കുന്ന സ്ഥലത്ത് നല്ലോണം ഈച്ചകളുണ്ടായിരുന്നു. അപ്പോൾ ഇത് തേച്ചതിന് ശേഷം ഞങ്ങൾക്ക് വീഡിയോ കാണിച്ചു തരാണ്. ഒരു ഈച്ച പോലും ആ ഭാഗത്തേക്ക് തന്നെ വന്നിട്ടില്ല കേട്ടോ. അപ്പോൾ ഈ റെമഡി ഒന്ന് എല്ലാവരും ചെയ്ത് നോക്കുക. ഇപ്പോൾ ഇത് കണ്ട് ഞാൻ ഈച്ചയുള്ള സ്ഥലത്ത് ഈ സൊല്യൂഷൻ തെളിച്ച് കിടക്കുകയാണ് കേട്ടോ. അപ്പോൾ ഈച്ച അവിടെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ഒന്ന് ഈ തെളിച്ചതും ഈച്ച പാമ്പ് കടന്നു കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ ടപ്പോട്ട് ചെയ്യുക. താങ്ക് യു.